മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർ പ്രതികളായി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. 2 പേർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ മൊബൈൽ രേഖകളും പോലീസ് പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 10 പേരെയാണ് അറസ്റ്റിലാക്കി റിമാൻഡിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഇവരെ ചോദ്യം ചെയ്ത വേളയിൽ ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടന്നത്. 2 പേരാണ് നിലവിൽ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുള്ളത്. ഇവർക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടക്കുക. നേരത്തെ തന്നെ ഈ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ അശോക് ദാസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. ചില ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ്. ഇത് വീണ്ടെടുത്ത ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്കും പോലീസ് കടക്കും. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക. അതോടൊപ്പം തന്നെ ഈ 2 പേരെ കേന്ദ്രീകരിച്ച്, അതായത് ഈ നിരീക്ഷണ വലയത്തിലുള്ള 2 പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാത്രിയിൽ ഇത്തരത്തിൽ ആൾക്കൂട്ട ആക്രമണത്തിന് അശോക് ദാസ് ഇരയായത്. ആശുപത്രിയിൽ വെച്ചാണ് ഇയാൾ മരണപ്പെടുന്നത്. തലയ്ക്കും ഒപ്പം തന്നെ നെഞ്ചിലുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. എന്നാലും നിലവിൽ 10 പേരാണ് റിമാൻഡിലുള്ളത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്ത് ഈ പ്രതികളെ എത്തിച്ചുകൊണ്ടുള്ള പ്രാഥമിക തെളിവെടുപ്പ് പോലീസ് നടത്തിയിരുന്നു. എന്തായാലും 10-ലധികം പേരുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. നിരീക്ഷണ വലയത്തിലുള്ള 2 പേർക്ക് കൃത്യത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. രേഷ്മ, ഈ കൂടുതൽ പേർ ഇതിൽ പ്രതികളായി ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? കാരണം മറ്റെന്തൊക്കെ തെളിവുകളോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ 10 പേരാണ് നിലവിൽ റിമാൻഡിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്ത വേളയിലാണ് മറ്റുള്ള 2 പേരെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്. ഒപ്പം തന്നെ ഇവരെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ നേരത്തെ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. അശോക് ദാസിന്റെ കൂടെ ജോലി ചെയ്തവരാണ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകിയത്. അങ്ങനെയാണ് പ്രാഥമികമായിട്ട് 10 പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ആദ്യഘട്ടത്തിൽ പോലീസ് കടന്നത്. പിന്നീടാണ് ഈ അറസ്റ്റിലാക്കപ്പെട്ടവരിൽ നിന്നാണ് ചോദ്യം ചെയ്ത വേളയിൽ മറ്റ് 2 പേർക്ക് കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിലടക്കം അല്ലെങ്കിൽ മറ്റ് വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഈ കൃത്യത്തിൽ ഇവർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷമേ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസിനെ കടക്കാൻ സാധിക്കും. അതിന്റെ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. എന്തായാലും കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശരി, മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർ പ്രതികളായി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. 2 പേർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ മൊബൈൽ രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.